1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. ഇനി അവളുടെ ആത്മാവുമില്ല, പ്രേതവുമില്ല, പിശാചുമില്ല, ഒരു മണ്ണാങ്കട്ടിയുമില്ല. പിന്നെ മേഘനെ അടിച്ചു വീഴ്ത്തിയത് മറ്റവനാണോന്നാ എന്റെ സംശയം. എന്നെയും മോന്റെ അമ്മാവനെയും അടിച്ച് ഹോസ്പിറ്റലാക്കി ഒരുത്തനുണ്ടല്ലോ, മാർക്കോ. അവനിപ്പോ കണ്ണന്റെ വലം കയ്യാ. അവൻ ഇനി സംശയം ഉള്ളിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താണോന്നും പറയാൻ പറ്റില്ല. എന്തായാലും ശരി, കുറച്ചു ദിവസത്തേക്ക് നമ്മളെല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ. അപ്പോഴേ ഇന്ന് ഞങ്ങളൊരു കേക്കൊക്കെ മുറിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കേക്ക് മുറിക്കല് മാത്രമല്ല, അതിനുശേഷം ഒരു ഡിന്നറും ഒരുക്കുന്നുണ്ട്. രണ്ടാളും രാത്രിയിൽ ഇങ്ങ് പോരണം. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നാളെ പോയാ മതി. ഞങ്ങള് രാത്രിയിലേക്ക് എത്തിക്കോളാം. പക്ഷേ ഒരു ദിവസം താമസിക്കുന്നത് ശരിയല്ല ദുർഗെ. വേറൊന്നും കൊണ്ടല്ല, പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും ഇപ്പൊ ഈ വീട്. ആ നിലയ്ക്ക് ഞങ്ങൾ ഇവിടെ വന്ന് ഒരു ദിവസം താമസിച്ച അതൊക്കെ സംശയത്തിന് കാരണമാവും. നമ്മള് സങ്കടമൊക്കെ നടിച്ച് ഒരുമാതിരി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന നല്ലത്. അത് മതി ദുർഗെ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടന്നല്ലോ. ഇനി ഈ സാഹചര്യങ്ങളൊക്കെ ഒന്ന് തണുത്തിട്ട് ബാക്കി മതി. അപ്പോഴേ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അത് ഞങ്ങള് വിരുന്നുകാരൊന്നും അല്ലല്ലോ, ഞങ്ങളും വരാം. വാ മക്കളെ. എടാ മോനെ, ഞാനും മേഘനയൊക്കെ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു. നിന്നെയും നിന്റെ അമ്മാവനെയൊക്കെ തരം താഴ്ത്തിയതിന് കണ്ണന് തക്കതായ ശിക്ഷ കിട്ടിക്കഴിഞ്ഞു. ഇനി നീയും മഞ്ജുവൊക്കെ വേണം കണ്ണന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിച്ചൊക്കെ പിടിച്ചു വാങ്ങാൻ. അത് കുറച്ച് പ്രയാസ. അങ്ങനൊന്നും ചിന്തിക്കണ്ട. അവൻ അവന്റെ നയം മാറ്റിയില്ലെങ്കിൽ അവന്റെ ഗതിയും അതോ ഗതിയാ. കണ്ണേടിന് ചുറ്റും ഇപ്പൊ അനന്തുവേട്ടനും അയാളുടെ ഭാര്യയും പിന്നെ ആ മാർക്കോ എന്ന് പറയുന്ന ഗുണ്ടയുണ്ട്. കണ്ണനും അനന്തും ഒക്കെ വക്കീൽമാരാണെങ്കിലും അവരെയൊന്നും എനിക്ക് പേടിയില്ല. പക്ഷേ ഈ അവസാനം പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, മാർക്കോ, അവന് നമ്മൾ പാസ് മാർക്ക് കൊടുത്തേ പറ്റൂ. അവനാള് പെശക. കണ്ണൻ നമ്മളെ കോടതിയിൽ കയറ്റിയാലും പിന്നെ കോടതിയും കേസും വഴക്കും ഒക്കെ ആയിട്ട് കുറേ കാലം നമുക്ക് തള്ളി നീക്കാം. പക്ഷേ അതുപോലല്ല ഈ മാർക്കോയുടെ കാര്യം. അവൻ നെഞ്ചു നോക്കി ഒന്നും തന്നു കഴിഞ്ഞാലേ പിന്നെ കോടതിയുമില്ല, കേസുമില്ല, വഴക്കുമില്ല. അതോടെ തന്നെ നമ്മുടെ വിധി നടപ്പാക്കും. ഞാനും അത്യാവശ്യം ഗുണ്ടായുസത്തിലൂടെയൊക്കെ തന്നെ വളർന്നു വന്നവനാ മോനെ. എങ്കിലും ഈ മാർക്കോ എന്ന് പറയുന്നവനെ എനിക്ക് കുറച്ച് പേടിയും ഭയമൊക്കെ ഉണ്ട്.